വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഞങ്ങളുടെ ഹോം ടൂർ ആണ്. അപ്പൊ ഇവിടെ ആരും ഇല്ല ഗൈസ്, ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ വിചാരിച്ചു എന്താ ഒരു വീഡിയോ ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ എടുത്ത് ക്യാമറ ഒക്കെ ഓണാക്കി വീഡിയോ എടുക്കാൻ തുടങ്ങിയതാണ്. അപ്പം എന്താ ഹോം ടൂർ ചെയ്യാം, എന്തായാലും ഇവിടെ ആരും ഇല്ല, അപ്പൊ പിന്നെ ഞാൻ തന്നെ എല്ലാം ഷൂട്ട് ചെയ്ത് അങ്ങോട്ട് കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഓക്കെ ഗൈസ്, നമുക്ക് എന്റെ വീട് മൊത്തത്തിലൊന്ന് കാണാം. എല്ലാവർക്കും ഇഷ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇവിടെ എൻട്രൻസിലേക്ക് പോവാം. ഗൈസ്, അപ്പൊ ഇതാണ് ഞങ്ങളുടെ വീടിന്റെ പുറത്തുള്ള ഒരു വ്യൂ. ഇത് സിറ്റ് ഔട്ട് ഏരിയ ആണ്. ഇത് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള ഒരു സ്ഥലമാണ്. ഇതാണപ്പോ എൻട്രൻസ് ട്ടോ. ഗൈസ്, അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് പോവാ. അപ്പൊ ദാ കേറുമ്പോ തന്നെ ഹോളാണ്. അപ്പൊ ഇവിടെ സാധാ പോലെ തന്നെ എല്ലാവരുടെ പോലെ ഇവിടെ ഒരു സോഫ സെറ്റ് ഉണ്ട്. അതേപോലെ TV ഒക്കെ ഇവിടെയാണ്. പിന്നെ ഹാളിനോട് ചേർന്നിട്ട് തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ പൂജ റൂം. അപ്പൊ പൂജ റൂം കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ ഒരു ചെറിയൊരു പൂജ റൂം. ഇങ്ങനെയാണ് ഗൈസ്. ഓക്കെ, ഇവിടെ ഷോക്കേസ് ആണ്. ഇതാ ഇവിടെ എന്റെ കൊറേ മെഡൽസ് ഒക്കെ ഉണ്ട് ഗൈസ്, എല്ലാം എന്റെയാണ്. ഇതാ ഇതൊക്കെ. പിന്നെ ഇങ്ങനെ അമ്മ എന്തൊക്കെയോ ഷോക്കേസ് സാധനങ്ങളൊക്കെ വാങ്ങിയ ഇതൊക്കെയാണ്. കൊറേ ഉണ്ട് ഗൈസ്, എന്തൊക്കെയോ അമ്മ ഇങ്ങനെ കുത്തി നിറച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഷോക്കേസ് കണ്ടു കഴിഞ്ഞു. പിന്നെ അവിടെ 3 ഫോട്ടോ ഫ്രെയിംസ് ഉണ്ട്. ഇതൊക്കെ സംഗീതയുടെ പരിപാടികളാണ് കേട്ടോ. സംഗീതയ്ക്ക് ഇടയിൽ ഭയങ്കര ഇങ്ങനെ ഒരു ഫോട്ടോ ഫ്രെയിം ഒരു പ്രാന്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറെ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ കുറെ വീടിന്റെ അവിടെ മുകളിലും ഉണ്ട്. ഇനി അതും ഞാൻ കാണിച്ചു തരാം. സംഗീത കുറെ നല്ല രസമുണ്ട് ഇല്ല, പക്ഷെ അങ്ങനെ കാണുമ്പോൾ നല്ല രസമൊക്കെ ഉണ്ട്. സംഗീതയുടെ പരിപാടികളാണ് ഇതൊക്കെ. അപ്പൊ അതൊക്കെയാണ് ഹാളിൽ ഇത്രയൊക്കെയാണ്. പിന്നെ ഇതൊക്കെ അമ്മയുടെയും പരിപാടി. ഇങ്ങനെ ഇങ്ങനെ ഡ്രീം ക്യാച്ചർ പോലെ. ഇത് ഡ്രീം ക്യാച്ചർ ആണോ എന്താ അറിയില്ല, ഒരു വീട്ടിലേക്ക് ഇങ്ങനെ വെക്കാനുള്ള ഒരു അലങ്കാരം പോലെ. അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്ക് ഇങ്ങനെ ഓരോ ക്രേസ് ഒക്കെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു. ഇതാ ഈ ഷോക്കേസിൽ കണ്ടില്ലേ, എല്ലാം അമ്മയ്ക്ക് ഇങ്ങനെ നല്ലതെന്ന് തോന്നിയിട്ട് അമ്മ ഇങ്ങനെ വാങ്ങിച്ചു വെച്ച കുറേ സാധനങ്ങളാണ്. തുറക്കാറൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ ഷോക്കേസ് ഒന്നും വലുതായിട്ട് അങ്ങനെ നമ്മൾ തുറന്നു നോക്കുന്നു. അമ്മ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാങ്ങിക്കും, പിന്നെ അതൊക്കെ ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ട് പൂട്ടും. ഇതാണ് അവസ്ഥ. കുറെ ഇതുണ്ടോ, ഫ്ലവർ വേസ് എന്തൊക്കെയോ. ഇത് കുറെ കാലം മുമ്പ് കേട്ടോ, എത്രയോ കാലം മുമ്പ് തൊട്ടേ വാങ്ങിച്ച കുറെ സാധനങ്ങളാണ് ഇതിലൊക്കെ ഇരിക്കുന്നത്. കുറെ എല്ലാം അമ്മയുടെ കേട്ടോ, ഞങ്ങൾ ആരുമല്ല. പിന്നെ കുറച്ചൊക്കെ ആരൊക്കെ ഗിഫ്റ്റ് തന്നതും കാര്യങ്ങളൊക്കെയാണ്. എല്ലാം അധികം അമ്മയുടെ പെർച്ചേസും കാര്യങ്ങളും. അമ്മ വാങ്ങിക്കുക, ഇതിന്റെ ഉള്ളിൽ കൊണ്ട് വെക്കുക, ഇതാണ് അമ്മയുടെ പരിപാടി. ഹാളില് അപ്പൊ ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ ഉള്ളത്. ഇനി റൂംസിലേക്ക് പോവാ. അപ്പൊ ആദ്യത്തെ റൂമിലേക്ക് പോവാ. ഇതൊരു ചെറിയ താഴെ ഉള്ളൊരു റൂമാണ്. ലൈറ്റ് ഇടാം. ഇവിടെ അമ്മയുടെ അച്ഛന്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബാക്കിലും ഉണ്ട്. ഇത് കുറെ കാലം മുമ്പ് എടുത്ത ഒരു ഫോട്ടോ ആണ് ഗൈസ്. ഞാനും സംഗീത ചേച്ചിയൊക്കെ പഴയ ഒരു കാലത്തെ, കുറെ വർഷം മുമ്പത്തെ കേട്ടോ. ഇവിടെ എന്തോ പാലക്കാട് ഒരു എക്സിബിഷൻ വന്നപ്പോ പോയതാണ്. അപ്പൊ ഇതൊരു റൂം. ഇവിടെ ഞാൻ സംഗീതിച്ച് അമ്മ ഞങ്ങളൊക്കെ ഇങ്ങനെ കുറെ സംസാരിച്ചിരിക്കണ റൂമാണ്. ഇവിടെയും അമ്മയുടെ ഒരു ചെറിയൊരു പൂജ മുറി എന്നിട്ട് വേണമെങ്കിൽ പറയാ. അമ്മ ഇവിടെയും കുറെ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ വാങ്ങിയിട്ട്
അമ്മ പ്രാർത്ഥിക്കാറുണ്ട് ഇങ്ങനെ കുറെ. അപ്പൊ റൂമിലിരുന്ന് കുറെ പ്രാർത്ഥിക്കുമ്പോ അമ്മ ഇവിടെയൊക്കെ ഇങ്ങനെ റൂമിലും ഇങ്ങനെ കുറച്ച് ഒരു മിനി പൂജാ റൂം തന്നെ ഇവിടെ പറയാ. കണ്ടില്ലേ, ഓരോ സാധനങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. അമ്മ ഇങ്ങനെ ഇവിടെ റൂമിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോ ഇങ്ങനെ ഇവിടെ തന്നെ ഇങ്ങനെ ദൈവത്തിലേക്ക് നോക്കി ഇങ്ങനെ പ്രാർത്ഥിക്കരുതാ. പിന്നെ അമ്മ വാങ്ങിയൊരു ഉണ്ണികൃഷ്ണന്റെ ഒരു എന്താ നിന്നെ പറയാ സ്റ്റിക്കർ. ഇത് അവിടെ ദേവിയുടെയും ഒരു സ്റ്റിക്കറൊക്കെ, ഇതൊക്കെ അമ്മയുടെ പരിപാടി കേട്ടോ. അമ്മയാണ് ഇവിടെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുപാട് വാങ്ങിയത്. ആ ദൈവത്തിന്റെ ഫോട്ടോസ് ആണെങ്കിലും അതേ ഷോക്കേസിൽ കാണിച്ചെന്നതൊക്കെ ആണെങ്കിലും അമ്മയുടെ പരിപാടി ഇതൊക്കെ. ഇതാകണ്ട ഒരു ക്യൂട്ട് പെൻഗ്വിൻ, ഇതൊക്കെ അമ്മ വാങ്ങിയതാണ്. ഒരു ക്യൂട്ടായിട്ടുണ്ട്, നല്ല രസമാണ്, എനിക്കിഷ്ടമാണിത്. അങ്ങനെ പിന്നെ ഇതൊക്കെ അമ്മയുടെ സാധനങ്ങൾ കിട്ടാൻ. പിന്നെ ഒരു ടേബിൾ, അതൊക്കെ അമ്മയുടെ ഫോണ്. അമ്മ ഫോൺ എടുത്തിട്ടില്ലായിരുന്നു പോകുമ്പോ. ഇത് അമ്മയുടെ പ്രാർത്ഥന ബുക്ക്, ഇത് അമ്മ ഡെയിലി പ്രാർത്ഥിക്കണ ബുക്കും കാര്യങ്ങളൊക്കെ, അങ്ങനെയൊക്കെ ഒക്കെ അമ്മയുടെ സാമഗ്രികൾ കാര്യങ്ങളൊക്കെയാണ്. അത്രേ ഉള്ളൂ ഈ റൂമില്. ഒരു ചെറിയൊരു റൂം. അപ്പൊ നമുക്കിനി സെക്കൻഡ് റൂമിലേക്ക് പോവാം. ഇവിടെ ഇതും ഒരു ചെറിയ റൂം കേട്ടോ. താഴത്തെ നിലയത്തെ 2 റൂമും അത്യാവശ്യം ചെറിയ റൂംസ് ആണ്. ഇവിടെ എന്താ ഒരു ബെഡൊക്കെ ഉണ്ട്. എന്താ ഇവിടെ അച്ഛന്റെ പെർഫ്യൂം അങ്ങനെ കാര്യങ്ങളൊക്കെ, അച്ഛന്റെ ഷേവിങ് സെറ്റ് കാര്യങ്ങൾ. ഇവിടെ കുറച്ചുകൂടെ അച്ഛന്റെ സാധനങ്ങൾ. പിന്നെ 2 അലമാര ഉണ്ട്. ഇതിലൊക്കെ കുറെ ഉണ്ട് സാധനങ്ങൾ ഗൈസ്. അമ്മയുടെ സാരി കാര്യങ്ങളൊക്കെയും പിന്നെ ബെഡ്ഷീറ്റ്സ്, അമ്മയുടെ ഡ്രസ്സ്, ബെഡ്ഷീറ്റ്, അങ്ങനെയൊക്കെ കേട്ടോ. ഇവിടെ ഈ 2 അലമാര ഉള്ളത് കൊണ്ട് തന്നെ ഗൈസ് ഈ റൂം തികഞ്ഞു സത്യം പറഞ്ഞ. പിന്നെ ഇവിടെ കുറച്ച് ആവശ്യമില്ലാത്ത തുണികൾ എന്തൊക്കെയാണ് തോന്നുന്നു, അതൊക്കെ ഇവിടെ ആക്കി വെച്ചതാണ്. സത്യം പറഞ്ഞാൽ ഇത് ആദ്യം മുകളില് ഞങ്ങൾ കെട്ടാത്ത സമയത്ത്, അപ്സ്റ്റേഴ്സ് ഇല്ലാത്ത ടൈമിലൊക്കെ എന്റെ സംഗീതം ഡ്രസ്സൊക്കെ ഈ ഒരു അലമാരയിലൊക്കെ വെച്ചിട്ടുണ്ടെന്ന് ഇതിലുമായിരുന്നു. പിന്നെ അപ്സ്റ്റേഴ്സ് ഒക്കെ എടുത്തപ്പോ ഞങ്ങള് എല്ലാം ഷിഫ്റ്റ് ചെയ്തു. മുകളിലേക്ക് എല്ലാ ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം അവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഈ റൂം ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോകാം. ഇവിടെയാണ് ഞങ്ങളുടെ അടുക്കള. ഇവിടെ ഒരു ഗ്യാസ് സ്റ്റൗവ്, ഇതും എല്ലാം അമ്മയുടെയാണ്. അമ്മയുടെ ഒരു ലോകമാണ്. കാരണം ഇവിടെ വാങ്ങിച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളും അമ്മ വാങ്ങിയത് തന്നെയാണ്. മിക്സി, ഇതിന്റെ വാട്ടർ ബോട്ടിലാണ് ഗൈസ്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ അമ്മ തന്നെയാണ്. ഇവിടെ എല്ലാ പാത്രങ്ങളും, പ്ലേറ്റ്, സ്പൂണ് എല്ലാം അമ്മ വാങ്ങണത്. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ കറി പൗഡേഴ്സും കാര്യങ്ങളൊക്കെ, കിച്ചണിൽ ഇങ്ങനെ ആവശ്യമായിട്ടുള്ള അരിപ്പൊടി, ആട്ടാപ്പൊടി, അങ്ങനെ കുറെ പൊടികൾ കാര്യങ്ങളൊക്കെയാണ്. സ്നാക്സ് അങ്ങനെ. പിന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഗൈസ്, ഇപ്പോഴാണ് കാണുന്നത്. ഇവിടെ അമ്മ തൂക്കിയിട്ടിട്ടുണ്ട് ഇത്. പിന്നെ ഇതൊക്കെ പാത്രം കഴുകാനൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ. ഇവിടെ എത്ര തന്നെ. ഇതാണ് അപ്പൊ ഞങ്ങളുടെ ഒരു അടുക്കള എന്ന് പറയണത്. അപ്പം ഇത് അടുക്കളയുടെ ചേർന്ന് ഇവിടെ തന്നെയാണ് ഡൈനിങ് ഹാൾ, ഡൈനിങ് ഏരിയ. ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മളിവിടെ ഇരുന്ന് കഴിക്കലൊന്നും ഇല്ല. നമ്മളെപ്പോഴും ഹാളില് നമ്മുടെ ഈ ടേബിളിൽ ഇരുന്നിട്ടാണ് എപ്പോഴും കഴിക്കാറ്. ഫുഡൊക്കെ കഴിക്കുക, ടി വി ഒക്കെ കണ്ടിരുന്ന് കഴിക്കും. ഇവിടെ കഴിക്കല് വളരെ കുറവാണ്. എപ്പോഴെങ്കിലൊക്കെ അച്ഛനാണെങ്കിലും അങ്ങനെ, അമ്മ ഇരിക്കാറേ ഇല്ല കേട്ടോ. അമ്മ ഇവിടെ ഇരുന്ന് കഴിക്കലേ ഇല്ല. ആരും ഇവിടെ അങ്ങനെ ഇരുന്ന് വലിയ ഫുഡൊന്നും കഴിക്കാറൊന്നുമില്ല. എപ്പോഴെങ്കിലും അച്ഛന് ചിലപ്പോൾ ലീവ് ഉള്ളപ്പോൾ അച്ഛൻ ചിലപ്പോൾ ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കും. അധികം എല്ലാവരും അവിടെ ഇരുന്നിട്ട് തന്നെയാണ് കഴിക്കാറുള്ളത്. ഇതും ഇവിടെയും ഇത് പുതുതായിട്ട് കുറച്ച് വാങ്ങിയ ഒരു കബോർഡാണ്. ഇങ്ങനെ പാത്രങ്ങളൊക്കെ എൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് അമ്മ വാങ്ങിയത്. അവിടെയും കുറച്ച് പാത്രങ്ങളൊക്കെ. ഇവിടെ പാത്രങ്ങളുടെ ബഹളമാണ് ഗൈസ്. അമ്മയ്ക്ക് പാത്രം എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ്. അത് മിക്ക അമ്മമാർക്കും ഉള്ളതെന്നാണ് എനിക്ക് തോന്നണത്. പക്ഷെ ഇവിടുത്തെ അമ്മയ്ക്ക് കുറച്ചുകൂടെ കൂടുതലാണെന്ന് തന്നെ ഞാൻ പറയും. കാരണം അമ്മാതിരി പാത്രം പർച്ചേസ്, എവിടെ പോയാലും പാത്രം. ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട് കേട്ടോ. പിന്നെ ചേർന്നിട്ട് തന്നെ ഇതും പുതുതായിട്ട് വാങ്ങിയൊരു വാഷ് ബേസിൻ കാര്യങ്ങളൊക്കെയാണ്. അതൊരു വാഷ് ബേസിൻ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, നല്ല രസമല്ലേ. പിന്നെ ഇവിടെ ബ്രഷ്, അമ്മ അച്ഛൻ്റെ ബ്രഷ്, പേസ്റ്റ് കാര്യങ്ങളൊക്കെ. അപ്പൊ അത്ര തന്നെ.
ഒരു ആരും അങ്ങനെ വലുത് യൂസ് ചെയ്യാത്തൊരു ഡൈനിങ് ഏരിയ തന്നെ വേണമെങ്കിൽ ഇത് പറയാം. അങ്ങനെയൊക്കെ ഗൈസ്. പിന്നെ ഇവിടെ പെയിന്റിങ് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ ഗൈസ്. ഇപ്പൊ പുതുതായിട്ട് ഞങ്ങള് പെയിന്റ് ചെയ്തതായിരുന്നു ഇവിടെയൊക്കെ. പെയിന്റിങ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അപ്പൊ നല്ലൊരു രസമുണ്ട് പുതിയ പെയിന്റ് ഒക്കെ അടിച്ച്. ഡൈനിങ് ഏരിയയും കണ്ടു. ഇനി നമുക്ക് വീടിന്റെ ബാക്ക് സ്പേസിലേക്ക് പോവാം. ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീന്, ഫ്രിഡ്ജ്, ഇതൊക്കെ ഇവിടെ അങ്ങനെ ഒരു ഏരിയ. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ കാര്യങ്ങള്, ഇതാ പിന്നെ അടിച്ചു വരാനുള്ള ചൂല്, പിന്നെ ഇതാ വാഷിംഗ് മെഷീനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അറിയാലോ, സോപ്പ് പൊടി, അത് ഇത്, കംഫർട്ട്, ഡെറ്റോള്, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ ഒരു 2 ഫോട്ടോ ഫ്രെയിം ഉണ്ട് ഗൈസ്. ഞാനാണ് ഗൈസ് ആ കുഞ്ചി. ഇത് സംഗീത ചേച്ചി ഇത് കുഞ്ഞിയായിരുമ്പോ എടുത്താണ്. പിന്നെ അതേപോലെ ഞാനും സംഗീത ചേച്ചിയുടെയും ഒരു ഫോട്ടോ ഫ്രെയിമാണിത്. ഞങ്ങൾ 2 പേരും ഗൈസ് ക്യൂട്ടായിട്ടില്ലേ ഞങ്ങൾ. അങ്ങനെയൊക്കെ. പിന്നെ ഇവിടെ കുറച്ച് വേസ്റ്റ് ഒക്കെ ഞങ്ങൾ ഇങ്ങനെ ഇടുന്നത് ഒരു വേസ്റ്റ് ബോക്സും കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു കുഞ്ഞി ബാക്ക് സ്പേസ് ആണ്. എന്താ ഇവിടെ ഇങ്ങനെ വാഷിംഗ് മെഷീനും കാര്യങ്ങളും ഒരു ബാത്റൂമും ഒക്കെ. പിന്നെ പുറത്തേക്ക് നമുക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതൊരു പുറത്തുള്ളൊരു ബാക്കില് ഞങ്ങളുടെ പാടമാണ് ഗൈസ്. അങ്ങനെ ഒരു പാടം കാര്യങ്ങളൊക്കെ ഇവിടെ ഒക്കെ കാട് പിടിച്ച് കിടക്കുകയാണ് ബാക്കില്. ഇങ്ങനൊരു സ്ഥലമാണ് ബാക്കില്. പിന്നെ അമ്മയുടെ കുറച്ച് ഗാർഡൻ കാര്യങ്ങളൊക്കെ, അമ്മയുടെ ചെറിയൊരു ഗാർഡനാണ്. ചെടിച്ചട്ടികളും കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട്. അമ്മ വെച്ചതാണ് അതൊക്കെ. അമ്മയ്ക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, അമ്മയ്ക്ക് ഓരോ സമയത്ത് ഓരോ പ്രാന്താണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ക്രേസ് അമ്മയ്ക്ക് വരും. അപ്പൊ അങ്ങനെ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അമ്മയുടെ ഒരു കുഞ്ഞി ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് അതൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെന്ന് അമ്മ പറയുണ്ടായിരുന്നു. അപ്പൊ നമുക്കിനി താഴത്തെ ഭാഗത്ത് എല്ലാം കാണിച്ചു എന്നാണ്. എല്ലാം കാണിച്ചിട്ടുണ്ട്. ഹാള്, 2 റൂം, ഒരു കിച്ചൺ, ഒരു ഡൈനിങ് ഏരിയ, പിന്നെ ഒരു ബാക്ക് സ്പേസ്, അങ്ങനെ എല്ലാം ഫസ്റ്റ് ഫ്ലോറത്തെ എല്ലാം കാണിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾക്ക് എന്റെയും സംഗീത ചേച്ചിയുടെയും ലോകത്തേക്ക് പോവാം. ഇവിടെ അധികം എന്താ പറയാ, അമ്മയും അച്ഛന്റെയും റൂമും കാര്യങ്ങളും, അമ്മ അച്ഛന്റെ സാധനങ്ങള്, പിന്നെ കിച്ചൺ, അങ്ങനത്തെയൊക്കെയാണ്. ഇനിയിപ്പോ മോളില് ഞങ്ങളുടെ റൂംസിലേക്ക് ഇനിയിപ്പോ പോവാം. ഇവിടെയാണ് സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ ഫോട്ടോ ഫ്രെയിംസ് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ സംഗീത ചേച്ചിയുടെ ഒരു ഇടയിലുള്ള ഒരു ക്രേസ് ആയിരുന്നു ഇത്. കണ്ടില്ലേ, നല്ല രസവും നല്ല ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ. സംഗീത ചേച്ചിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇടയില് ഞങ്ങളുടെ റൂമിലും ഉണ്ട്, എന്റെ സംഗീതയുടെ റൂമിലും ഫോട്ടോ ഫ്രെയിംസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ താഴെ ഹോളിൽ ഇവിടെ ഈ സ്റ്റെയർ കേസിന്റെ ഈ നടന്ന് വരണ വഴിക്കും സംഗീത സെറ്റ് ചെയ്തതാണ്. നല്ല രസമില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഗൈസ് ഇങ്ങനെ സ്റ്റെയർ കേസും കേറി ഇവിടെ ഇങ്ങനെ ഹാളാണ്. ഇവിടെയൊക്കെ സംഗീത ചേച്ചി പഠിക്കണ സ്ഥലവും ഒക്കെ. ലാപ്ടോപ്പ് ഉണ്ട്. ഞങ്ങൾ പഠിക്കണ കാര്യങ്ങളൊക്കെ ഇവിടെ ഇരുന്നിട്ടാണ്. ലാപ്പ്, ഒരു ഫ്ലവർ വേസ്, പിന്നെ കുറച്ച് ബുക്സ് കാര്യങ്ങളൊക്കെ, ടിഷ്യൂ, പിന്നെ കാൽക്കുലേറ്റർ, ബുക്സ്, അങ്ങനെയൊക്കെയുള്ളൊരു നല്ല, എനിക്ക് ഈ ടേബിളിൽ ഇരുന്ന് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു രസമാണ് ഇവിടെ അങ്ങനെ ഇരുന്ന് പഠിക്കാനും കാര്യങ്ങളൊക്കെ. അങ്ങനെ അപ്പം കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ഹാളാണ്. ഇങ്ങനെ ഒരു ടേബിളും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു ഡസ്റ്റ്ബിൻ, പിന്നെ വാഷ് ചെയ്യാനുള്ള കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ഒരു ഡ്രസ് സ്റ്റാൻഡ്. ഇതും കുറച്ച് വാഷ് ചെയ്യുന്ന ഡ്രസ്സൊക്കെയാണ് എന്റെയാണ് ഗൈസ്. അങ്ങനെയൊക്കെ. അപ്പൊ ഇതാണൊരു ഹാൾ വ്യൂ. കയറി വരുമ്പോ തന്നെ ഉള്ളൊരു വ്യൂ ആണ് ഇത്. ഓക്കെ, നമുക്കിനി അപ്പൊ ഓരോ റൂംസിലേക്കായിട്ട് പോവാം. പിന്നെ ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട് കേട്ടോ ഗൈസ്. സോറി, കാണിച്ചു തരാൻ മറന്നു. ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി ഫസ്റ്റ് തന്നെ സംഗീത ചേച്ചി റൂമിലേക്ക് പോവാം. സംഗീത ചേച്ചി ഇല്ല, അതുകൊണ്ട് ഈ റൂം കാണുമ്പോ എപ്പോഴും എനിക്കൊരു സങ്കടമാണ് ഗൈസ്. സംഗീത ചേച്ചി ഇല്ലാത്ത കൊണ്ട് അല്ല, എനിക്ക് ഈ റൂം ഭയങ്കര ഇഷ്ടമാണ്. സംഗീത ചേച്ചി അത്ര നല്ല അടിപൊളിയായി നീറ്റായിട്ട് വയ്ക്കണ ഒരു റൂമാണ്. ഞങ്ങളുടെ റൂംസിലും കാണും ഗൈസ് ദൈവത്തിന്റെ എന്തെങ്കിലും ഒരു ഫോട്ടോസ് ഉണ്ടാവും. പിന്നെ അവിടെ ഒരു കബോർഡ്,
സംഗീത റൂമിലത്തെ ഒരു കബോർഡ്. അപ്പം ഇതാ അവിടെ ഇങ്ങനെ എല്ലാം സംഗീതയുടെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതാ ഒക്കെ സംഗീതനെ കുറെ കൊണ്ടുപോയല്ലോ, കുറച്ചെന്തോ ഇവിടെ വെച്ചിട്ട് പോയിട്ടുണ്ട്, ബാക്കിയെല്ലാം അവള് കൊണ്ടുപോയി. ഓക്കെ, പിന്നെ ഇതാ ഗൈസ് മെയിൻ ആയിട്ട് ഫോട്ടോ ഫ്രെയിം. ഇതായിരുന്നു ഹാളിൽ, ഈ ഫോട്ടോ ഫ്രെയിംസ് ആയിരുന്നു ഹാളിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ സംഗീതിച്ചെടുത്തത് ഇവിടെ റൂമിൽ സെറ്റ് ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ട്, കണ്ടില്ലേ? ഹാളിൽ വെച്ചപ്പോ അത്ര രസം ഉണ്ടായിരുന്നില്ല. അപ്പൊ സംഗീതിച്ചത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തു, നല്ല രസം. എനിക്ക് സംഗീത സെറ്റ് ചെയ്ത് നല്ല രസം തോന്നി. ഒന്നാമത് എനിക്ക് ഈ റൂം ഭയങ്കര സംഗീത നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ റൂം. കണ്ടില്ലേ, ഒരു ടെഡി ബെയർ, ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ക്ലോക്ക്, എന്താ അവിടെ ഒരു ബെഡ്. ഇവിടെ ഇപ്പൊ അങ്ങനെ വരാറില്ല, സംഗീതിച്ചില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഈ റൂമിലേക്ക് അങ്ങനെ വരാറില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ സംഗീത റൂമില്. അവളില്ലാത്തതുകൊണ്ട് ഈ റൂമിൽ വരുമ്പോൾ എനിക്കൊരു സങ്കടമാണ് ഗൈസ്. വരും സംഗീത കുറച്ച് ദിവസം കഴിഞ്ഞാ വരും ഗൈസ്. ഇനിയിപ്പൊ എന്റെ റൂമിലേക്ക്, വീടിനത്തെ മെയിൻ ആളുടെ റൂം. അങ്ങനെയൊന്നും ഇല്ല, എന്നാലും വെറുതെ പറയാലോ ഗൈസ്, മെയിൻ ആണ് എന്നൊക്കെ. ഇതാണ് അപ്പൊ എന്റെ റൂം. ഇവിടെയും സംഗീതിച്ചതാ ഒരു ഫോട്ടോ ഫ്രെയിം, ഇതൊക്കെ സംഗീതിച്ച് സെറ്റ് ചെയ്താട്ടോ. ഒരു ഇഷ്ടമായി അതിങ്ങനെ ഒരു ഫോട്ടോ ഫ്രെയിം സംഗീതിച്ച് വെച്ചതാണ്. ഈ ലൈറ്റ്സ് ഒക്കെ പുതുതായി സെറ്റ് ചെയ്താട്ടോ, പെയിന്റ് അടിച്ചതും ലൈറ്റ്സ് സെറ്റ് ചെയ്തതും. പിന്നെ എന്റെ റൂമിലാ ഗൈസ് AC, അതാണ് എനിക്കൊരു സന്തോഷം. എന്റെ റൂമിലാണ്. ഇതിപ്പോ എന്റെ റൂം അങ്ങനെയൊന്നും ഇല്ല ഗൈസ്, സത്യം പറഞ്ഞാ. എന്താ, ഞാൻ സംഗീതിച്ചും ഈ റൂമിൽ തന്നെ കിടന്നവരായിരുന്നു ഒരുമിച്ച്. പിന്നെ സംഗീതിക്ക് എനിക്ക് പഠിക്കണം കാര്യങ്ങളൊക്കെ വന്നപ്പോ ഞങ്ങളുടെ റുട്ടീൻ രണ്ടുപേരുടെയും വേറെ വേറെ ആയിരുന്നു. അപ്പൊ അങ്ങനെ സംഗീതിച്ച് അങ്ങോട്ട് ഷിഫ്റ്റ് ആയതാണ്. അല്ലെങ്കിൽ ഞാൻ സംഗീത ഈ റൂമിൽ തന്നെ ഞങ്ങൾ രണ്ടുപേരും കിടന്നിട്ടായിരുന്നു. ആ റൂം അങ്ങനെ വലുതായി യൂസ് ഒന്നും ചെയ്യാറില്ല, മീൻസ് എപ്പോഴെങ്കിലും അവിടെ പോയിട്ട് ഇരിക്കും, അങ്ങനെ അല്ലാണ്ട് ആ റൂം അങ്ങനെ യൂസിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്ക് അവൾ എന്റെ കൂടെ ഇവിടെ വന്ന് കിടക്കാറുണ്ട് കേട്ടോ, ഇടയ്ക്ക് ഇവിടെ വന്ന് ഞങ്ങൾ കിടക്കും, അങ്ങനെയൊക്കെ. പിന്നെ എന്റെ റൂമിൽ എന്തൊക്കെയാണ്, ഇതിലൊക്കെ എന്റെ ഡ്രസ്സാട്ടോ. ഇത് പുതുതായിട്ട് അമ്മ വാങ്ങിത്തന്ന സാധനമാണ്, ഇങ്ങനെ ഡ്രസ്സ് വെക്കാനുള്ള ഒരു ഇതുപോലെ. എനിക്ക് ഇഷ്ടമായി ഇത്. അപ്പൊ ഞാൻ അമ്മയടുത്ത് പറഞ്ഞു എനിക്ക് കുറച്ചും കൂടെ വാങ്ങിത്താന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ച് വാങ്ങിയത്. അവിടെ ഒന്നുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ ഒരു ടേബിള്, ഇത് കുറെ കാലം മുമ്പേ ഉള്ളൊരു ടേബിളാണ്. ഇതിലിങ്ങനെ കുറച്ച് സാധനങ്ങൾ, എൻ്റെ ബുക്ക്, ഒരു ക്ലോക്ക്, ഒരു ബാഗ്, കെറ്റില്, കപ്പ് സിറപ്പ്. ഇവിടെ കുറച്ച് ബുക്സും സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്, അങ്ങനെയൊക്കെ. പിന്നെതാ കുറച്ച് ഇന്നലെ വാങ്ങിച്ച, ഇന്നലെയാണോ 2 ദിവസം മുമ്പ്, അപ്പോഴും ഓർമ്മയില്ല കേട്ടോ. ഇത് അമ്മ വാങ്ങിയ സാധനം, ലക്കി ബാംബു എന്ന് പറയും. നല്ല രസമുള്ള ഗൈസ്. ഇത് വീട്ടിൽ വന്ന് അങ്ങനെ ഭയങ്കര പോസിറ്റീവ് എനർജി ആണെന്നൊക്കെയാണ് അമ്മ പറയുന്നത്. എനിക്ക് അറിയില്ല, ഞാനിത് ആദ്യമായിട്ട് കേൾക്കണത് കേട്ടോ. അമ്മ പറയുമ്പോഴും ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ലക്കി ബാംബു എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കണത്. അപ്പൊ ഇത് ഇവിടെ എന്റെ റൂമിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു, നല്ല രസമില്ലേ. പിന്നെ ഇവിടെ ഒരു ബെഡ്, ഞാനിവിടെയാണ് ഉറങ്ങാറുള്ളത്. പിന്നെന്താ, ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, എല്ലാവിടെയും ഒരു ദൈവത്തിന്റെ ഒരു ഫോട്ടോ ഇല്ലാത്ത ഒരു റൂമും ഈ വീട്ടിലില്ല എന്ന് തന്നെ പറയാതാ. കണ്ടില്ലേ, ഒറ്റയ്ക്കല്ലേ ഗൈസ് കിടക്കണം. എനിക്കാണെങ്കിൽ ഒരു പേടിയാണ് ഇടയ്ക്കൊക്കെ, എന്താ അറിയില്ല, ഇടയ്ക്ക് ചില സമയത്ത് രാത്രി ഭയങ്കര പേടിയായിരിക്കും, അതെന്താന്നറിയില്ല. അപ്പൊ ഈ ദൈവത്തിലേക്ക് ഇങ്ങനെ നോക്കി ദൈവത്തിനൊക്കെ പ്രാർത്ഥിച്ച് ഇങ്ങനെ കിടക്കുമ്പോ ഒരു സമാധാനം, എല്ലാവർക്കും അങ്ങനെയാണല്ലോ, ഒരു സമാധാനമാണ്, ഇങ്ങനെ ഒരു പോസിറ്റീവ് എനർജി കിട്ടണ പോലെയൊക്കെ തോന്നും. അപ്പൊ ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കിടക്കാറുള്ളത്. രാത്രി ഒരു പേടിയാണ്, എന്താ അറിയില്ല, അങ്ങനെ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ് ഗൈസ്. പിന്നെ ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട് കേട്ടോ, ഇവിടെ ഒരു വാഷ്റൂം, അത് കാണിച്ചിരുന്നോ? വേണമെങ്കിൽ വെറുതെ. അതൊരു വാഷ്റൂം ആണ്. ഈ വാഷ്റൂം അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ ഗൈസ്. ഇവിടെ ആ കോമൺ വാഷ്റൂം, ഞാനിത് വല്ലപ്പോഴും രാത്രി അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുള്ളൂ, അത്രയും അർജന്റായിട്ട് എന്തെങ്കിലും പോകാനൊക്കെ, ബാത്റൂമിൽ പോകാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഹാളിലുള്ള കോമൺ ബാത്റൂം തന്നെ യൂസ് ചെയ്യുക. ഇതാ ഇവിടെ ഇങ്ങനെയാണ്, യൂസിങ് കുറവാ. ഓക്കെ, പിന്നെന്താ, ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട്. പിന്നെ മെയിൻ കബോർഡ്. അയ്യോ, ഇതിൽ എന്റെ സാധനങ്ങൾ നിറഞ്ഞു ഗൈസ്. ഇനി ഒന്നുകൂടെ പണിതാലോ എന്ന് വിചാരിക്കണം. മൊത്തം എനിക്ക് ഡോക്ടർ തന്ന ടാബ്ലറ്റ്സ്, ഡോക്ടർ തന്ന സാധനങ്ങൾ, പിന്നെ പെർഫ്യൂംസ്, മേക്കപ്പ് കിറ്റ്, അങ്ങനത്തെയൊക്കെ. ഇതിൽ മൊത്തം അങ്ങനത്തെയൊക്കെയാണ്. ഇതാ കണ്ടില്ലേ, കുറേയൊക്കെ ഇതൊക്കെ തന്നെയാണ്. ഒക്കെ
കുറെ അലോവേറ ജെല്ല്, സാനിറ്റൈസർ, ഓയില്, എന്തൊക്കെയോ കൊണ്ട് നിറച്ചിട്ടുണ്ട് ഞാനിങ്ങനെ. പിന്നെ ഇതാ എന്റെ കുറച്ച് ഡ്രസ്സസ് ഒക്കെയാണ്, ജീൻസ് കാര്യങ്ങളൊക്കെ, പിന്നെ കുറച്ച് ട്രഡീഷണൽ വെയറും കാര്യങ്ങളൊക്കെ. ഇതിൽ കുറച്ച് ജീൻസ് കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതിലൊക്കെ കുറെ ഡ്രസ്സ് ഉള്ളത് കേട്ടോ. ഈ 3 ബാഗ് വാങ്ങിച്ചു പറഞ്ഞല്ലേ, ഇതിലാണ് കുറെ അധികം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറെ വെച്ചിട്ടുണ്ട്. പുറത്തേക്ക് എണ്ണ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പൊ അത്രയുള്ളത്. അവിടെ ഒരു പഴയ ഒരു ടെഡി, അയ്യോ അതിന്റെ കോലം കണ്ട സങ്കടം തോന്നുന്നുണ്ട് ഗൈസ്. പഴയ ഒരു ടെഡിയാണ് കേട്ടോ. അപ്പൊ അത്രയൊക്കെയാണ് എന്റെ റൂമിൽ, ഇത്രയൊക്കെ ഉള്ളൂ. ഇത് അവിടെ എന്തോ കുറച്ച് ബുക്സ് ഒക്കെ മോളിക്ക് കയറ്റിട്ടുണ്ട്. അവിടെ ഒരു പാവൻ ടെഡി ഇരിക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ ഇതാണ് മൈ റൂം കാഴ്ചകൾ. ഇതാ പിന്നെ ഒരു ഡ്രീം ക്യാച്ചർ ഉണ്ട്, ഞാൻ പറയാൻ മറന്നു. ഇതാ അവിടെ ഇത് സംഗീത് സെറ്റ് ചെയ്താ കേട്ടോ, ഒരു ഡ്രീം ക്യാച്ചർ. നല്ല രസമില്ലേ ഇത്? സംഭവം താഴെയുള്ളതായിരുന്നു തോന്നുന്നു, മുകളിലേക്ക് മാറ്റിയതാണ്. ഹാളിൽ വെച്ചിട്ടുണ്ടായിരുന്ന താഴെ, ഇത് മുകളിലേക്ക് ആക്കിയതാണ്. രസമില്ലേ? എനിക്കിതും ഇഷ്ടമാണ്. എനിക്ക് ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ്നെസ് ആണ് ഗൈസ്. റൂമിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ ഫോട്ടോ ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് ഇങ്ങനെ വരും. അപ്പൊ ഇതാണ് ഗൈസ്. അപ്പൊ എന്റെ റൂമും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ഗൈസ്. മോളത്തെ ഹോളും 2 റൂമും കാണിച്ചു. ഇനി നമുക്ക് മുകളിലുള്ള ഒരു പുറത്തുമുള്ള ഒരു സിറ്റ് ഔട്ട് പോലുള്ള ഒരു ഏരിയക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നല്ല രസമാണ് ഗൈസ് ഇവിടെ ഇരിക്കാൻ. ഭയങ്കര ഇഷ്ടം. അവിടെ സ്റ്റാറൊക്കെ സെറ്റ് ചെയ്തതാണ്, ക്രിസ്മസ് സ്റ്റാറൊക്കെ അച്ഛൻ, ഈ സംഭവങ്ങളൊക്കെ അച്ഛൻ സെറ്റ് ചെയ്തതാണ്. ഇതവിടെ ഇങ്ങനെ ഒരു സ്പേസ് ആണ്, ചെറുതായിട്ട് ഇങ്ങനെ ഒരു മുകളിലേക്ക് ഇങ്ങനെ പോയ അവിടെ ടാങ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. അവിടെ പോകുമ്പോൾ മുകളിൽ നല്ല രസമാണ് കേട്ടോ ഗൈസ്. ഞാൻ അവിടെ മുകളിൽ പോയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കാറൊക്കെ ഉണ്ട്. ഇവിടെ നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ. കണ്ടില്ല, നല്ല പ്രകൃതി രമണീയത നമുക്കിങ്ങനെ കാണാൻ പറ്റും. നേച്ചർ ഒരു ഫ്രണ്ട്ലി ആയിട്ട് കണ്ടില്ലേ? ഇവിടെയൊക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ മൊത്തം ഇലകളാണ് ഗൈസ്. അങ്ങനെ ഇത് ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ ഇങ്ങനെ ഒരു സ്പേസ് കേട്ടോ. ഞാൻ സംഗീതിച്ച് ഇങ്ങനെ ഇടയ്ക്ക് ഈവനിങ് ടൈമിലൊക്കെ ഞങ്ങളിങ്ങനെ വന്നിരിക്കും. മോർണിംഗ് ടൈമിൽ വലുതായിട്ടൊന്നും വരാറില്ല. ഈവനിങ് ടൈമിൽ ഞങ്ങള് ഇങ്ങനെ വെറുതെ വന്ന് പുറത്തൊക്കെ ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ഇരിക്കാറുണ്ട്. നല്ല രസമാണ്. ഗൈസ് ഇത്രയേ ഉള്ളൂ. ഞാൻ എല്ലാവരുടെയും കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാം നല്ലോണം ഒറ്റയ്ക്ക് തന്നെ എല്ലാം ഷൂട്ട് ചെയ്ത് എല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇതാണ് ഞങ്ങളുടെ ഒരു വീട്, എന്റെ സംഗീത ചേച്ചി, അമ്മ, അച്ഛൻ, ഞങ്ങളുടെ ഒരു കൊച്ചു ലോകം ഇതാണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ പിന്നെ പുറമേ ഉള്ള ഒരു സറൗണ്ടിങ്സ് ഒന്നും കാണിച്ചിട്ടില്ല, അത് വേറൊരു വീഡിയോയിൽ ചെയ്യാട്ടോ. ഞങ്ങളുടെ വീടിന്റെ ചുറ്റുപാട് അമ്മയുടെ ഒരു ഗാർഡൻ കാണിക്കുന്നുണ്ട്. അമ്മയുടെ ചെറിയൊരു കുറച്ച് പൂച്ചട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയൊരു ഗാർഡൻ കാണിക്കണം, അമ്മ വീഡിയോ ചെയ്യണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം അതിന്റെ കൂടെ കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതിന്റെ കൂടെ വീടിന്റെ ചുറ്റുപാടെല്ലാം ഒന്ന് ഷൂട്ട് ചെയ്ത് എന്താണ് കാണിക്കുക. ഇപ്പൊ ജസ്റ്റ് ഒരു ഫുൾ വീട് കാണിക്കാം, ഒരു ഹോം ടൂർ പോലെ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.